ഹലോ. ഇന്നത്തെ എൻ്റെ പുതിയ പരീക്ഷണം എന്താണെന്നറിയോ? ചിക്കൻ മന്തി. ഞാനങ്ങനെ വലിയ മന്തി ഫാനൊന്നും അല്ലെങ്കിലും എന്തായാലും ഇന്നൊന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ആഴ്ചയും ഓരോരോ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഈ മന്തിയിലേക്ക് കൈവയ്ക്കുന്നത് ആദ്യമായിട്ടോ. എനിക്ക് എങ്ങനെയാണെന്ന് ഞാൻ വലുതായിട്ട് മന്തിയൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. അത് ചെന്നെത്തുന്നത് എത്രയാണ് ചിക്കൻ വേണ്ടത്, എത്രയാണ് റൈസ് വേണ്ടത്, ഏതാ റൈസ് വേണ്ടത്, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. യൂട്യൂബ് വീഡിയോസൊക്കെ ഒത്തിരി കാണാറുണ്ട്. അങ്ങനെ കണ്ടതിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറുടെ വീഡിയോയിൽ റെസിപ്പി എടുത്തതാണ്. പക്ഷേ അതിലുള്ള അവർ പറഞ്ഞ പോലെ പക്കാവൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വീഡിയോ എന്തെങ്കിലും കണ്ടാൽ അത് അതേപോലെ കോപ്പി അടിച്ച് ചെയ്യുന്നതിൻ്റെ താല്പര്യമില്ല. അതിൻ്റെ കുറച്ച് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ എൻ്റെ കയ്യിൽ എന്ത് സാധനം ഉണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെയായിരുന്നു ഇന്ന് ഈ മന്തിക്കുട്ടനിലേക്ക് കിടന്നത്. എൻ്റെ മോന് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പം പിന്നെ മന്തി ആയപ്പോൾ അവനും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയ ഞങ്ങൾ ആരംഭിച്ചപ്പോഴത്തേക്കും ചിക്കൻ സ്റ്റോക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അടുത്തുള്ള കടയിൽ പോയി ചിക്കൻ സ്റ്റോക്ക് വാങ്ങിക്കൊണ്ടുവരണം. അതാണല്ലോ മന്തിയുടെ മെയിൻ സാധനം എന്ന് ഞാൻ കണ്ട യൂട്യൂബിലൊക്കെ അങ്ങനെയാണേ. അങ്ങനെ കുറേ ചിക്കൻ സ്റ്റോക്കുമായി വന്ന് അങ്ങനെ മസാലയൊക്കെ തേച്ച് ചിക്കനെ നമുക്ക് കുറേ സമയത്തേക്ക് മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ച് അങ്ങനെ അരി എൻ്റെ കയ്യിലില്ലായിരുന്നു. ബെല്ല റൈസ് എൻ്റെ കയ്യിലുണ്ടെന്നാൽ സാധാ ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കുന്ന കരുതി. എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയണമല്ലോ. എപ്പോഴും ബെല്ല റൈസ് വെച്ചാൽ എങ്ങനെ ശരിയാവുക അല്ലേ? നമുക്ക് സാധാരണ റൈസിലൊക്കെ ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിയും മുട്ടിയൊക്കെ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും വേവിക്കാൻ തുടങ്ങി. ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തിരുന്നത് ആരാന്നറിയോ? മോനാണേ. ചിക്കനെന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം മുഴുവൻ അടുക്കളയുടെ ചുറ്റുവട്ടത്തുമായിരിക്കും അവൻ്റെ കറക്കം. അങ്ങനെ അമ്മേ ഞാൻ എന്താ ചെയ്യണ്ടേ, ചിക്കനായോ, റെഡിയായോ, ഇങ്ങനെയുള്ളൊരു 100 ചോദ്യമായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. മന്തി ഉണ്ടാക്കാൻ ആദ്യമേ തുടങ്ങിക്കഴിഞ്ഞില്ലേ. ഞങ്ങൾ വീഡിയോ എടുത്ത് ഞാനും മോനും കൂടെ സംസാരിച്ച് കാര്യം പറഞ്ഞ് അങ്ങനെ തുടങ്ങുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ വോയിസ് ഓവറൊന്നും ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകുന്നത്. ഇതെന്താ സംഭവം എന്ന് പറയാം, ഞാൻ ആദ്യമായിട്ട് എങ്ങനെ സ്മോക്ക് ചെയ്യുന്നത്. ഞാൻ സ്മോക്ക് ചെയ്യുന്നതല്ല. ദൈവമേ, ഇതിപ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ആ സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത് മതി. അങ്ങനെ മന്തി ഉണ്ടാക്കിയിട്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രയും വേഗം വിളമ്പിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് കഴുകുക എന്നതായിരുന്നു. ശരിക്കും വിചാരിച്ച പോലെയല്ല കേട്ടോ, ഞാൻ പുലിയ.